ആദ്യത്തെ ചോദ്യം വന്നിരിക്കുന്നത് മുൻപ് നമ്മൾ ചെയ്ത ഒരു വീഡിയോനെ ആസ്പദമാക്കിയിട്ട് കേട്ടോ. മുൻപ് ശീവേലിയുടെ വിളക്കെഴുന്നള്ളിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഒരു ഭക്തൻ, ഗോപി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, തിരുനെൽവേലി എന്നാണെന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ച ചോദ്യമാണ് കേട്ടോ. പത്തുകാരെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറയാം. പത്തുകാർ എന്ന് പറയുന്നത് 3 വാര്യർ കുടുംബാംഗങ്ങളാണ് കേട്ടോ. ചൊവ്വല്ലൂര്, വടക്കേപ്പാട്ട്, തിരുവെങ്കിടം. അപ്പോൾ ഇവരുടെ ജോലി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മാസത്തെ 30 ദിവസത്തിനെ 10 ദിവസങ്ങളാക്കിയിട്ട് 3 ഭാഗങ്ങളാക്കി തിരിക്കുമ്പോൾ ആദ്യ 10 ചൊവ്വല്ലൂര്, നടുപ്പത്ത് വടക്കേപ്പാട്ട്, ഒടുപ്പത്ത് തിരുവെങ്കിടം. അങ്ങനെ ഊഴം അനുസരിച്ചിട്ടാണ് ഇവരുടെ ആ പ്രവൃത്തി വരുന്നത്. അതായത് ശരിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു ഗൃഹനാഥന്റെ ചുമതല എങ്ങനെയാണോ അതേപോലെയാണ് ക്ഷേത്രത്തിലെ ഓരോ കാര്യങ്ങളും അവർ ചെയ്യുന്നത്. ഓരോ ദിവസവും ക്ഷേത്രത്തിലേക്ക് വേണ്ട ഓരോ വസ്തുക്കളും എത്തിക്കുക. എന്നിട്ട് അവസാനം ഓലവായന എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട് കേട്ടോ. അതായത് ക്ഷേത്രനടയൊക്കെ അടച്ചതിന് ശേഷം ആ ഒരു ദിവസത്തെ വരവ് ചിലവുകളൊക്കെ ഓലയിൽ എഴുത്താണി കൊണ്ട് എഴുതിയിട്ട് അത് ഗുരുവായൂരപ്പന് മുന്നിൽ വായിച്ച് കേൾപ്പിക്കുന്നതിനെയാണ് ഓലവായന എന്ന് പറയാം. ശരിക്കും ഇവരുടെ ആ ഒരു പ്രവൃത്തി എങ്ങനെയാണെന്ന് വെച്ചാൽ, വെളുപ്പിന് 2 മണിക്ക് എത്തണമെന്ന് പറയും. തിടപ്പള്ളിയിലെ ആ അടുപ്പിലേക്ക് അഗ്നി പകരുക, എന്നിട്ട് അരിയും നേദ്യത്തിനുള്ള അരിയും മറ്റു സാധനങ്ങളൊക്കെ എത്തിക്കുക, പ്രസാദ ഊട്ടിനുള്ള പച്ചക്കറികൾ, അതേപോലെ ഓട്ടുപാത്രങ്ങൾ, വിളക്കുകൾ, അതൊക്കെ കൃത്യ സമയത്തിന് എത്തിക്കുക. വിറക് പോലും കൊണ്ടുവന്ന് കൊടുക്കുക എന്നുള്ളത് ഇവരുടെ ഉത്തരവാദിത്തമാണെന്ന് പറയാറുണ്ട് കേട്ടോ. അങ്ങനെ ഒടുവിലെ ഈ തിടപ്പള്ളിയിലെ കനലൊക്കെ കെടുത്തിയതിന് ശേഷം ഓലവായനയും കഴിഞ്ഞിട്ട് ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കൂത്രേ. അതായത് ആ ക്ഷേത്രത്തിനകത്ത് നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് ഇനി ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഗുരുവായൂർ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ആനയോട്ടം ഉണ്ടാകുമല്ലോ. അപ്പോൾ ആനയോട്ടത്തിൽ ജേതാവാകുന്ന ആ ആനയെ നിറപറ വെച്ചിട്ട് സ്വീകരിക്കുന്നത് ചൊവ്വല്ലൂർ വാര്യത്തെ പ്രതിനിധികളാണ്. അതേപോലെ പള്ളിവേട്ടയുടെ ആ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാൻ ഇങ്ങനെ വെള്ളിക്കട്ടിലിൽ ക്ഷീണിതനായിട്ട് ഉറങ്ങുന്ന സമയത്ത് കാവലിരിക്കുന്നത് തിരുവെങ്കിടം വാര്യരാണ്. ഇതേപോലെ ആറാട്ടിന്റെ ഗ്രാമപ്രദക്ഷിണം ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഗുരുവായൂരപ്പനെ എതിരേൽക്കുന്നത് വടക്കേപ്പാട്ടുകാരാണെന്നാണ് പറയുന്നത്.